ഇലക്ട്രിക് വാഹനങ്ങൾ പ്രോത്സാഹിപ്പിക്കാൻ നടപടിയെടുത്തിട്ടുണ്ട്. ഈ ബജറ്റിൽ 10 ലക്ഷം രൂപ വരെ സാധാരണക്കാരാണ് അത് വാങ്ങിക്കുന്നത്. വില വരുന്ന ഇലക്ട്രിക് വാഹനങ്ങളുടെ റോഡ് നികുതി നിലവിലെ 5% നിന്ന് 3% കുറച്ചു. 15 മുതൽ 20 ലക്ഷം വരെയുള്ളതിന് ഇലക്ട്രിക് വാഹനങ്ങളുടെ റോഡ് നികുതി 8% നിന്ന് 5% കുറച്ചു. ഇതോടൊപ്പം ലക്ഷറി വാഹനങ്ങൾക്ക് 40 ലക്ഷം മീതെയുള്ള ലക്ഷറി വാഹനങ്ങൾ വാങ്ങിക്കുന്നവരുടെ ടാക്സ് 10 നിന്നും 15% അത് വർദ്ധിപ്പിച്ചു, റാഷണലൈസ് ചെയ്തു. അത് ഇപ്പൊ സാധാരണക്കാർക്ക് മേടിക്കാം. മറ്റ് നല്ല വരുമാനമുള്ളവരല്ലേ 40 ലക്ഷത്തിന് മീതെ മേടിക്കുന്നത്, അവര് കുറച്ച് ടാക്സ് കൊടുത്തോട്ടെ. അതിന്റെ ഇളവ് സാധാരണക്കാർക്ക് കിട്ടുന്ന രീതിയിലാണ്. രജിസ്ട്രേഷനുമായി ബന്ധപ്പെട്ട് സത്യത്തിൽ ഇവിടെ ഫെയർ വാല്യൂ വർദ്ധിപ്പിക്കാം. കാരണം ഫെയർ വാല്യൂ 2010 കൊണ്ടുവന്ന സമയത്ത് എല്ലാ വർഷവും 10% വർദ്ധിപ്പിക്കണമെന്നാണ്. ഇപ്പൊ 3 കൊല്ലമായി ഫെയർ വാല്യൂ കൂട്ടിയിട്ട്. ആ ഫെയർ വാല്യൂ എന്തുകൊണ്ടാണ് കൂട്ടായിരുന്നത്? അത് പഠിച്ചു. ഫെയർ വാല്യൂ കൂട്ടിയ സർക്കാരിന് വരുമാനം കൂടും. പഠിച്ചപ്പോൾ എന്താ മനസ്സിലായത്? നാട്ടിൽ ഒരുപാട് പരാതികൾ നിൽക്കുന്നു. ഒന്ന്, അണ്ടർ വാല്യുവേഷൻ ഉണ്ട്. ചില സ്ഥലത്ത് വസ്തുവിന്റെ യഥാർത്ഥ വില രേഖപ്പെടുത്തിയിട്ടില്ല. യഥാർത്ഥ വില മാർക്കറ്റ് വിലയേക്കാൾ വളരെ താഴ്ന്ന വിലയാണ്. ഒരുപാട് സ്ഥലത്ത് ഓവർ വാല്യുവേഷനാണ്. അതായത് മാർക്കറ്റ് വില 2 ലക്ഷം രൂപയുള്ള സെന്റിന് 3 ലക്ഷം രൂപ ഫെയർ വാല്യൂയിൽ എഴുതി വെച്ചേക്കാം. അപ്പൊ വ്യാപകമായ പരാതികളുണ്ട്. ആ പരാതികൾ ഞങ്ങൾ റവന്യൂ ഡിപ്പാർട്ട്മെന്റുമായിട്ട് സംസാരിച്ചു. ആ പരാതികൾ സമയബന്ധിതമായി ആ ഓവർ വാല്യുവേഷന്റെ അണ്ടർ വാല്യുവേഷന്റെ പരാതികൾ പൂർത്തിയാക്കും. ആളുകളുടെ പ്രശ്നമാണ്. സ്ഥല വിൽപ്പന നടക്കുന്നില്ല, സെയിൽ നടക്കുന്നില്ല. 2 ലക്ഷം രൂപ വിലയുള്ള പ്രോപ്പർട്ടിക്ക് 3 ലക്ഷം രൂപ ഫെയർ വാല്യൂ വെച്ചാൽ അതിന്റെ വിൽപ്പന നടക്കും. അപ്പൊ ഇതൊന്നും ഇവര് പരിഹരിച്ചിട്ടില്ല. ഇവരുടെ കാലത്ത് ഇതൊന്നും ചെയ്തിട്ടില്ല. ആ രജിസ്ട്രേഷൻ കാര്യങ്ങളിൽ ചെയ്യണം. ഞങ്ങൾ വളരെ പെട്ടെന്ന് 2-3 മാസം കൊണ്ട് അതിന് പരിഹാരം ഉണ്ടാക്കി ആ ഫെയർ വാല്യൂ അത് കറക്റ്റ് ചെയ്ത് അത് നമുക്ക് രജിസ്ട്രേഷൻ ഫീസിന്റെ കാര്യത്തിൽ നമുക്ക് അപ്പോൾ ആലോചിക്കാം. അപ്പൊ സർക്കാരിന്റെ വരുമാനം വർദ്ധിക്കും, റിയൽ എസ്റ്റേറ്റ് ഇടപാടുകൾ നടക്കും, ഭൂമി ഇടപാടുകൾ നടക്കും. അതും എക്കണോമിക് ആക്ടിവിറ്റി തീർച്ചയായിട്ടും സ്റ്റേറ്റിന്റെ വർദ്ധിപ്പിക്കും. പിന്നെ ഒരു കാര്യം കൂടിയല്ലോ, സ്വകാര്യ ബസ്സുകൾ. നമുക്കറിയാം, സ്വകാര്യ ബസ് മേഖല ഇതിനു മുമ്പ് പറഞ്ഞതുകൊണ്ട് ആവർത്തിക്കുന്നില്ല. അവർ വലിയ പ്രതിസന്ധിയെ നേരിടുകയാണ്. വലിയ പ്രതിസന്ധി. ഇപ്പൊ KSRTC സ്ത്രീകൾക്ക് സൗജന്യം കൊടുത്തുകൊണ്ടൊന്നല്ല, അതിനു മുമ്പ് തന്നെ കോവിഡ് കഴിഞ്ഞപ്പോഴേക്കും അത് തകർന്നു. 32,000 പ്രൈവറ്റ് ബസ് ഉണ്ടായിരുന്നിടത്ത് 10,000-ൽ താഴെയായി പ്രൈവറ്റ് ബസ്. ഈ ഗവൺമെന്റിന്റെ പ്രഖ്യാപിത നയം പ്രൈവറ്റ് ട്രാൻസ്പോർട്ട് ആയിട്ടല്ല അവരെ കാണുന്നത്. ട്രാൻസ്പോർട്ട് ബസ് ഓടാത്ത സ്ഥലത്തുകൂടി അവർ ആളുകളെ കൊണ്ടുപോകുന്നുണ്ട്. അപ്പൊ അതൊരു പബ്ലിക് ട്രാൻസ്പോർട്ട് സിസ്റ്റത്തിന്റെ ഭാഗമായിട്ടാണ് പ്രൈവറ്റ് ട്രാൻസ്പോർട്ടുകാരെ കാണുന്നത്. അവര് തകർന്നു പോകാതിരിക്കാൻ, അവരെ താങ്ങി നിർത്താൻ വേണ്ടിയിട്ടുള്ള എല്ലാ സഹായവും ചെയ്യും. അതിന്റെ സഹായത്തിന്റെ ഭാഗമായിട്ടാണ് ഈ സംസ്ഥാനത്തിന്റെ ചരിത്രത്തിൽ ഒരിക്കലും കൊടുക്കാത്ത തരത്തിൽ 50% ടാക്സ് റിഡക്ഷൻ കൊടുത്തു. 50%. എന്താണ്? ഒരു ഇൻഡസ്ട്രി തകർന്നു പോയതെന്ന് കരുതിയാണ്. ഒരു ഇൻഡസ്ട്രി തകർന്ന് തരിപ്പണമായി പോകരുത്. ഒരു ഇൻഡസ്ട്രി ഇല്ലേ, അത് പോയാൽ ഒരുപാട് പേർക്ക് റിക്കവറി പ്രശ്നങ്ങളെല്ലാം ഉണ്ടാവും. KSRTC കേരളത്തിലെ എല്ലായിടത്തും സർവീസ് നടത്തുന്നില്ല. KSRTC സർവീസ് നടത്താത്ത സ്ഥലത്തുകൂടി സർവീസ് നടത്തേണ്ടത് പ്രൈവറ്റ് ട്രാൻസ്പോർട്ടാണ്. അതൊരു ഇൻഡസ്ട്രി ആയിട്ടാണ് ഗവൺമെന്റ് കാണുന്നത്. ആ ഇൻഡസ്ട്രിയെ ഇനിയും പറ്റാവുന്നത്രയും സഹായങ്ങൾ നൽകി ആ ഇൻഡസ്ട്രി തകർന്നു പോകാതിരിക്കാൻ വേണ്ടി പ്രൊട്ടക്ട് ചെയ്യും. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരു ഇൻഡസ്ട്രിയും ഒരു ട്രേഡും ഒരു കോമേഴ്സും നടത്തുന്ന ആളുകളെ ഒന്നും ഈ ഗവൺമെന്റ് ശത്രുക്കളായി കാണുന്നില്ല. അവരുടെ മീതെ അമിതമായ നികുതി ഭാരം ഏൽപ്പിക്കുന്നില്ല. നമ്മുടെ നോട്ടം ടാക്സ് വെട്ടിപ്പുകാരുടെ മുഖത്തേക്ക് മാത്രമേ ഉള്ളൂ. അതിന്റെ കർശനമായ നടപടികൾ ഗവൺമെന്റ് സ്വീകരിക്കും. ഞാൻ ഈ ധനകാര്യ ബില്ലിനെ സംബന്ധിച്ച് അത് നമുക്ക് സംസാരിക്കാം. വിഷാരടി ഒരു MLA-മാരുടെ കാര്യം ഉന്നയിച്ചു. നമ്മളതിന്റെ കമ്മീഷൻ റിപ്പോർട്ടും മറ്റു കാര്യമുണ്ട്. അത് ആലോചിച്ചിട്ട് നമുക്കൊരു തീരുമാനം തീർച്ചയായിട്ടും എടുക്കാം.